ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മളൊരു കുഞ്ഞുത്സവമാണ്. കുഞ്ഞല്ല, അത്യാവശ്യം നല്ല വലിയ ഉത്സവമാണ്. നമ്മളെ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു, കുതിരയെടുപ്പായിരുന്നു. അങ്ങനെ കുതിരയെടുപ്പെന്ന് വെച്ചാൽ നമ്മളൊരു 6 കുതിരയുണ്ടായിരുന്നു. അപ്പം അത് കാണാൻ വേണ്ടി ഞങ്ങൾ വയലിൽ കൂടെ നടന്നു പോയി. ഞങ്ങൾ അമ്മാമ്മയുടെ കുടുംബ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും. എല്ലാം അടുത്തുനിന്ന് തന്നെ പോകുന്നത്. അത് പാസ് ചെയ്യാതെ പോകാൻ പറ്റില്ല. വയലിൻ്റെ അടുത്താണ് അമ്മാമ്മയുടെ വീട്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി മതിലിൻ്റെ അടുത്ത് നിന്നിട്ടാണ് എല്ലാം കണ്ടത്. അപ്പോൾ തന്നെ ആദ്യം ഒരു കുതിര വന്നു. പക്ഷേ എല്ലാ കുതിര ആദ്യമേ തെക്കുംകര ഭാഗത്തുള്ള കുതിര വന്നിട്ടേ ബാക്കിയുള്ളവർ കയറത്തുള്ളൂ. പക്ഷേ ഇത്തവണ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, തെക്കുംകര അവസാനമായിപ്പോയി. തെക്കുംകര അവസാനമാണെങ്കിൽ അവർ വരികയും ചെയ്തത് എല്ലാവരും. കാരണം അത് അവർ വിചാരിച്ച് തന്നെ ആ ഒരു വിശ്വാസത്തിനാണോ എന്തോ അറിയത്തില്ല, അത്രയും അവർ എത്ര പാടാണെങ്കിലും അവരത് പൊക്കിയെടുത്ത് കൊണ്ടുവന്നിരിക്കും. അത് എല്ലാ കുതിരകളും അങ്ങനെയായിരുന്നു, 6 കുതിര അങ്ങനെയായിരുന്നു. പിന്നെ ആദ്യമേ എത്തുമ്പോൾ അവരൊരു സന്തോഷം ഉണ്ടാകും. ഫസ്റ്റ് എത്തുന്ന കുതിരയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവർ തമ്മിൽ ഭയങ്കര ആഘോഷം, അതായി അവരിട്ട് കുലിക്കുകയും ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു ആദ്യത്തെ വന്നപ്പോൾ. ഫസ്റ്റ് എത്തിയപ്പം, സെക്കൻഡ് എത്തിയപ്പോഴും അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ പക്ഷേ ഇത് ഇത്രയും പൊക്കിയെടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും ചൂടത്ത് ഇങ്ങനെ എത്രയും ആൾക്കാരോട് ഒരുമിച്ച് നിന്ന് പൊക്കാന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെയാണ്. അത്രയും അവർക്ക് ധൈര്യവും അതുമാത്രമല്ല അവർക്ക് അത്രയും ആരോഗ്യവും എല്ലാം കൊടുക്കുന്നത് ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ്. അപ്പം അങ്ങനെയാണ് അവർ കയറ്റുന്നത്. പക്ഷേ എന്നിട്ട് ഇടയ്ക്ക് ഒരു കുതിര, എനിക്കൊന്ന് 3ാമത്തെ കുതിരയാണെന്ന് തോന്നുന്നു, അത് അവർ വെയിറ്റ് കൂടുതലാന്ന് തോന്നുന്നു. അതിന് നല്ല പൊക്കവും ഉണ്ടായിരുന്നു. അത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ തവണ അവർ താഴെ ഒരു സൈഡിൽ നിന്ന് താഴെ പോയായിരുന്നു. അപ്പോൾ കുതിര നന്നായിട്ട് ചരിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് പേടിച്ച് കുതിര ചരിഞ്ഞപ്പോൾ. നമ്മൾ മതിലിനടുത്ത് നിൽക്കുകയല്ലേ. പക്ഷെ എന്നിരുന്നാലും അവർ ഒരിക്കലും മറ്റു ആൾക്കാരുടെ പുറത്ത് വീഴാൻ വേണ്ടിയുള്ള രീതിയിലൊന്നും അവർ പോകത്തില്ല. അതിനു മുമ്പേ അവർ പിടിച്ചിരിക്കും. അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊരു കയർ, 4 സൈഡിൽ നിന്ന് കയറ് പിടിച്ച് വെച്ചിട്ടുണ്ട് ആൾക്കാർ. അപ്പം പിന്നെ അങ്ങനെ ആയിരിക്കും, വീഴാൻ എന്തായാലും സാധ്യതയില്ല ഒട്ടും. അതുമാത്രമല്ല, ഈ കുതിരകളെല്ലാം നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി അവിടെ പോയി വലത്ത് വെച്ചിട്ട് പിന്നെ അവർക്ക് താത്തു വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുവരെ അവർ ഈ വെയിറ്റും താങ്ങിക്കൊണ്ടാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് താന്നു പോകും. പക്ഷെ എന്നിരുന്നാലും അവർ ആ ഒരു ആവശ്യത്തോടെ പൊക്കിയെടുക്കുന്നത് കാണാൻ ഭയങ്കര രസമാട്ടോ. നമുക്കിന്ന് കാണുന്നവർക്ക് രസം തോന്നുന്നു, അതിൻ്റെ പാട് അവർക്കേ അറിയത്തുള്ളൂ. പക്ഷേ എന്നാലും നന്നായിരുന്നു, നല്ല ഉത്സവമായിരുന്നു. എല്ലാവരും കയറി, എന്തായാലും 6 പേരും കയറി. കഴിഞ്ഞ മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അതുവരെ ഇത്തവണ ഭയങ്കര ചൂടായിരുന്നു. പക്ഷേ പിന്നെ എൻ്റെ അമ്മൂമ്മ എല്ലാ വർഷത്തെ പോലെ ഉത്സവത്തിന് വരുന്ന, അതായത് കുതിരെടുപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു അങ്കിളും ഉണ്ടായിരുന്നു അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് അവർക്ക് അവിടെ വന്ന് വെള്ളം കുടിച്ചിട്ടായിരിക്കും പിന്നെ കുതിര എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം അതൊരു ആശ്വാസമാണ് അവർക്ക്. അപ്പം അത്രയും നല്ല ഒരു കാര്യമാണ് അമ്മാമ്മ ചെയ്യുന്നത്. അപ്പോൾ അമ്മമ്മ അത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അമ്മമ്മയ്ക്ക് അതാണ് സന്തോഷം. ഞാൻ പറഞ്ഞ കുതിര ഇതാട്ടോ. കാരണം വെച്ചാൽ ഇത് ഭയങ്കര വെയിറ്റ് ആയിരുന്നു. അത്രയും എനിക്കൊന്ന് വന്നതിൽ ഏറ്റവും വലിയ കുതിര ഇതായിരുന്നു. അവർക്കാണെങ്കിൽ ഭയങ്കര പാടായിരുന്നു. പക്ഷെ എന്നാലും അവർ അത്രയും ശ്രമിച്ചെന്നുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇവരെ കണ്ടപ്പോൾ ഭയങ്കര മനസ്സിനൊരു ഇത് തോന്നിയത്, സന്തോഷം തോന്നി. കാരണം അത്രയും അവർ സന്തോഷത്തോടെ പൊക്കിയെടുത്ത് ഇത്രയൊക്കെ പാടുപെട്ടിട്ട് ചെയ്ത് അവസാനം എങ്ങനെയെങ്കിലും അവർ എത്തിച്ചതെന്ന് വെച്ചാൽ അവരെ സമ്മതിക്കണം. അത് അവരെ സമ്മതിച്ചേ പറ്റൂ.
അതാ പെരുവിനേക്കാളും നല്ലത് അടങ്ങിയിരിക്കും. എൻ്റെ മോൻ ഇതൊന്നും കാണണ്ട. അവന് കളിക്കാൻ ഒരാളുണ്ടെങ്കിൽ പിന്നെ അത് മതി. അവൻ അവിടെ എൻ്റെ മാമൻ്റെ കൊച്ചുമോളുമായിട്ട് അതെൻ്റെ ചേച്ചിയുടെ മോളുമായിട്ട് കളിയായിരുന്നു.
ഇതാണ് ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.